Hi and welcome to the new video. In this video, I'll be discussing about the protection of alternators. ഓൾറെഡി നമുക്കറിയാം പവർ സിസ്റ്റത്തിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും കോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ട്രാൻസ്മിഷൻ ലൈൻസ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അതിലെ ആൾട്ടർനേറ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ജനറലായിട്ട് വരുന്ന ഫോൾട്ട്സ് ഏതൊക്കെയാണ്, അതിൽ ഏതിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോൾട്ട് ഏതാണ്, പിന്നെ ഡിഫറെൻറ്റ് പ്രൊട്ടക്ഷൻ സ്കീംസ് ആൾട്ടർനേറ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കഷൻ ചെയ്യുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ആൾട്ടർനേറ്ററും ട്രാൻസ്ഫോമറും എടുക്കുകയാണെങ്കിൽ അതിലത്തെ ഇപ്പോൾ ആൾട്ടർനേറ്ററിലത്തെ ആണെങ്കിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോൾട്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റർ വൈൻഡിങ് ഫോൾട്ട്സ് ആണ് വരിക. അതേപോലെ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഫോൾട്ട് ഷോർട്ട് സർക്യൂട്ട്സ് ഇൻ ട്രാൻസ്ഫോമേഴ്സ് ആണ് ഓർ ദെയർ കണക്ഷൻസ്. അപ്പോൾ ഈ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ റിലേ സ്കീമാണ്. ഡിഫറൻഷ്യൽ റിലേ സ്കീം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ മെഷർമെൻറ്റ്സ്, അതായത് രണ്ട് എൻഡിലുള്ള കറണ്ടുകളോ വോൾട്ടേജുകളോ, കറണ്ടാണ് നോർമലി എടുക്കുക, അതിൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് അണ്ടർ നോർമൽ കണ്ടീഷൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും ഈ വാല്യൂസ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ വാല്യൂസിൽ ഡിഫറൻസ് വരിക, കറണ്ട് എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന സ്കീം ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ സ്കീമാണ് ഏറ്റവും അധികം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത് ബാക്കിയുള്ള പ്രൊട്ടക്ഷൻ സ്കീമിനെക്കാട്ടിലും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ സ്കീം ആൾട്ടർനേറ്റീവ്സിലും ഉപയോഗിക്കുന്നുണ്ട്, ട്രാൻസ്ഫോമേഴ്സിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ ആദ്യം നമ്മൾ ആൾട്ടർനേറ്റീവ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് അടുത്ത് ട്രാൻസ്ഫോമറിലേക്ക് പോകും. ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സിലേക്ക് വരാം. So the generating units, especially the larger ones, are relatively few in number and higher in individual cost than most of the other equipments. And therefore, it is desirable and necessary to provide protection to cover the wide range of faults which may occur in modern generating plant. അപ്പോൾ അത് അത്രയും ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹയർ കോസ്റ്റ് ആണ് അതിന് വരുന്നത്. ആൾട്ടർനേറ്റീവ്സിന് വളരെ ഹൈ സൈസിലുള്ള ലാർജ് സൈസിലുള്ള യൂണിറ്റ്സ് ആണെങ്കിൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ചിനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റർ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് അത്രയും സപ്ലൈ, നമുക്ക് അത്രയും ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നതാണ് ഇല്ലാൻ്റെ ആവുന്നത്. കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ, റിലയബിലിറ്റി ഒക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഫോൾട്ട്സ് ഇതൊക്കെയാണ്: ഫെയിലിയർ ഓഫ് പ്രൈം മൂവർ, ഫെയിലിയർ ഓഫ് ഫീൽഡ്, ഓവർ കറണ്ട്, ഓവർ സ്പീഡ്, ഓവർ വോൾട്ടേജ്, അൺബാലൻസ് ലോഡിംഗ് ആൻഡ് സ്റ്റേറ്റർ വൈൻഡിങ് ഫോൾട്ട്സ്. ഇത്രയും ഫോൾട്ടുകൾ മെയിനായിട്ട് വരുന്നുണ്ട്. ഇതിൽ തന്നെ എല്ലാ ഫോൾട്ടിനും ഒന്നും എന്ത് ചെയ്യില്ല, പ്രൊട്ടക്ഷൻ കൊടുക്കില്ല. ചില ഫോൾട്ടുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അത്ര വലിയ ഒരു കാര്യമായിട്ട് വരില്ല, അതുകൊണ്ട് അത് നമ്മൾ ചെയ്യില്ല. പക്ഷേ ചിലതിന് പ്രൊട്ടക്ഷൻ എന്തായാലും മസ്റ്റായിട്ട് കൊടുക്കും വേണം. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ചില ഫോൾട്ടിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാത്തത് ചില ടൈപ്പ് ഓഫ് ആൾട്ടർനേറ്ററിലായിരിക്കാം. ടർബോയും വേറെ സാധാ ടൈപ്പ് ആൾട്ടർനേറ്ററൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണത്തിൽ കൊടുക്കില്ല, ഒരെണ്ണത്തിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അടുത്ത കുറച്ച് സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഇതിലേക്ക് വരാം. ഫസ്റ്റത്തെ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ഓഫ് പ്രൈം മൂവർ ആണ്. ദാറ്റ് ഈസ് വെൻ ദ ഇൻപുട്ട് ടു ദ പ്രൈം മൂവർ ഫെയിൽസ്, alternator runs as a synchronous motor and draws some current from the supply system, and this motoring condition is known as inverted running. അതായത് നമ്മളുടെ സിങ്ക്രോണസ് ജനറേറ്റർ ആണ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ ആണ്. അപ്പോൾ അതിന് ഇൻപുട്ട് ഫെയിൽ ആവും. പ്രൈം മൂവർ ആണ് അവിടുത്തെ ഇൻപുട്ടല്ലോ, അപ്പോൾ മെക്കാനിക്കൽ ഇൻപുട്ട് വരുന്നത്. ആ മെക്കാനിക്കൽ ഇൻപുട്ട് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജനറേറ്റർ ഒരു മോട്ടോറായിട്ട് വർക്ക് ചെയ്യും, ഇവിടുന്ന് സപ്ലൈയിൽ നിന്ന് എന്ത് എടുത്തുകൊണ്ട്, ഇലക്ട്രിക്കൽ എനർജി എടുത്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ ഇൻവേർട്ടഡ് റണ്ണിങ് എന്നാണ് പറയുക. അപ്പോൾ അത് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കേസുകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടർബോ ആൾട്ടർനേറ്റർ, ഹൈഡ്രോ, ഡീസൽ എഞ്ചിൻ റൺ, അപ്പോൾ ഇതിലൊക്കെ ഓരോന്നിലും ഏതിൽ പ്രൊട്ടക്ഷൻ വേണം, ഏതിൽ പ്രൊട്ടക്ഷൻ വേണ്ട, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനാണ് ഇൻവേർട്ടഡ് റണ്ണിങ് എന്ന് പറയുന്നത്. അതായത് പ്രൈം മൂവർ ഫെയിൽ ആവുക, പ്രൈം മൂവർ ഇൻപുട്ട് വരുന്നില്ല, അങ്ങനെ ആകുമ്പോൾ ജനറേറ്റർ മാറി മോട്ടറായി ഇൻവേർട്ടർ റണ്ണിങ് ആയി. സോ ഇൻ ദ കേസ് ഓഫ് ടർബോ ആൾട്ടർനേറ്റർ സെറ്റ്സ്, ഫെയിലിയർ ഓഫ് സ്റ്റീം സപ്ലൈ, ടർബോ എന്ന് പറഞ്ഞാൽ സ്റ്റീം ആണെന്ന് നമുക്കറിയാം, സ്റ്റീം സപ്ലൈ മേ കോസ് ഇൻവേർട്ടർ റണ്ണിങ്. ആൻഡ് ഇഫ് ദ steam supply is gradually restored, the alternator will pick up load without disturbing the system. And if the steam failure is likely to be prolonged, the machine can be safely isolated by the control room attendant.
since this condition is relatively harmless and therefore automatic protection is not required. അപ്പോൾ അത് പറഞ്ഞു വരുന്നത് ടർബോ ആൾട്ടർനേറ്റേഴ്സിൻ്റെ കേസിലാണ് സ്റ്റീം ഡ്രിവൺ ആണ് നമുക്കറിയാം. സ്റ്റീം കുറച്ച് നേരത്തേക്കൊക്കെയാണ് ഫെയിൽ ആവുന്നതെങ്കിൽ കുഴപ്പമില്ല, അത് തിരിച്ച് വീണ്ടും വന്ന് റീ എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് അതേപോലെ നോർമൽ സ്മൂത്ത് റണ്ണിങ് പോയിക്കൊണ്ടിരിക്കും, അതായത് ലോഡ് എടുത്തുകൊണ്ട് ഇരിക്കും. ഇനിയിപ്പോൾ അത് കൂടുതൽ നേരത്തേക്ക് നിൽക്കുകയാണെങ്കിൽ തന്നെ ഇത് വലിയ സിവിയർ ആയിട്ടുള്ള ഒരു ഫോൾട്ട് അല്ല. അതുകൊണ്ട് ഇത് നമുക്ക് അവിടെ കൺട്രോൾ റൂമിൽ അത് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഇത് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർക്ക് അത് എന്താ മാനുവലി അവിടെ നിന്ന് മെഷീനെ റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഐസൊലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ടർബോ ആൾട്ടർനേറ്റർ സെറ്റ്സിൻ്റെ കേസിൽ ഫെയിലിയർ ഓഫ് പ്രൈം മൂവർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ വേണ്ട. നമ്മൾ പ്രൊട്ടക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓട്ടോമാറ്റിക് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പോൾ അറ്റൻഡൻറ്റ് ചെയ്താൽ മതി. Then second is in the case of hydro generator sets, protection against inverter running is achieved by providing mechanical devices on the water wheel. So ഇവിടെ മെക്കാനിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ് വാട്ടർ വീലിന് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് എന്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. വെൻ വാട്ടർ ഫ്ലോ ഡ്രോപ്സ് ടു ആൻ ഇൻസഫിഷ്യൻറ്റ് റേറ്റ് to maintain electrical output, alternator is disconnected from the system. Therefore, this is in this case also electrical protection is not necessary. ഇവിടെയും നമുക്ക് ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ, ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ്റെ ആവശ്യം ഇല്ല. ഈ എന്ത് വെച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ ഡിവൈസസ് വെച്ചിട്ട് അത് പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ടർബോൻ്റെ കേസ്, ഹൈഡ്രോൻ്റെ കേസ്. ഇനി ഡീസൽ എഞ്ചിൻ ഡ്രിവൺ ആൾട്ടർനേറ്റേഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? When running inverter, they draw a considerable amount of power from the supply system, and it is a usual practice to provide protection against motoring in order to avoid damage due to possible mechanical seizure. അപ്പോൾ ഇവിടെ ഡീസൽ എഞ്ചിൻ ഡ്രിവൺ ആൾട്ടർനേറ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റിവേഴ്സ് പവർ റിലേസ് ആണ്. ദിസ് ഇസ് അച്ചീവ്ഡ് ബൈ അപ്ലൈങ് റിവേഴ്സ് പവർ റിലേസ് ടു ദ ആൾട്ടർനേറ്റർ വിച്ച് ഐസൊലേറ്റ് ദ ലേറ്റർ ഡ്യൂറിങ് ദ മോട്ടോറിങ് ആക്ഷൻ. അതായത് ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പവർ ഫ്ലോ ഡയറക്ഷൻ ഒരു സൈഡിലേക്ക് ആണെങ്കിൽ മോട്ടർ ആകുമ്പോൾ നമുക്കറിയാം പവർ ഫ്ലോ റിവേഴ്സ് ആകും. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ട് ട്രിപ്പ് ചെയ്യുന്ന റിലേസ് ആണ്, റിവേഴ്സ് പവർ റിലേസ് ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദ റിവേഴ്സ് പവർ റിലേസ് ഹാവ് time delay in operation in order to prevent inadvertent tripping during system disturbances caused by faulty synchronizing and phase swinging. ഓക്കെ, ഇപ്പോൾ ഫോൾട്ടി സിങ്ക്രണൈസേഷൻ ഫേസ് സ്വിങ്ങിങ്ങും ഒക്കെ കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ് കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഇത് വിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എപ്പോഴും എന്ത് കൊടുക്കും? ഒരു ടൈം ഡിലേയും കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഫെയിലിയർ ഓഫ് പ്രൈം മൂവർ. ഫെയിലിയർ ഓഫ് പ്രൈം മൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സപ്ലൈ നിൽക്കുന്നത്, മെക്കാനിക്കൽ ഇൻപുട്ട് ഇല്ലാണ്ട് ആവുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റിൻ്റെ കേസിലാണെങ്കിൽ ഓപ്പറേറ്റർ അത് ചെയ്തോളൂ. ടർബോ ആൾട്ടർനേറ്റിൻ്റെ കേസിലാണെങ്കിൽ കൺട്രോൾ റൂം ഓപ്പറേറ്റർ അറ്റൻഡൻറ്റിന് ചെയ്യാം. ഹൈഡ്രോ ആണെങ്കിൽ മെക്കാനിക്കൽ മീൻസ് വാട്ടർ വീലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഡീസൽ എഞ്ചിൻ്റെ കേസിലാണ് നമ്മൾ ഓട്ടോമാറ്റിക് പ്രൊവൈഡ് ചെയ്യുന്നത് ബൈ ദ യൂസ് ഓഫ് റിവേഴ്സ് പവർ റിലേസ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ഫെയിലിയർ ഓഫ് ഫീൽഡാണ്. ഫീൽഡ് ഫെയിലിയർ ആയ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ദ ചാൻസസ് ഓഫ് ഫീൽഡ് ഫെയിലിയർ ഓഫ് ആൾട്ടർനേറ്റേഴ്സ് ആർ അൺഡൗട്ടഡ്ലി വെരി റെയർ ആണ് ഫീൽഡ് ഫെയിൽ ആവാനുള്ള ചാൻസസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈവൻ ഇഫ് ഇറ്റ് ഡസ് ഒക്കർ, നോ ഇമ്മീഡിയറ്റ് ഡാമേജ് വിൽ ബി കോസ്ഡ് ബൈ പെർമിറ്റിംഗ് ദ ആൾട്ടർനേറ്റർ ടു റൺ വിത്തൗട്ട് എ ഫീൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ്. അപ്പോൾ ഫീൽഡ് ഫെയിൽ ആയി കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല, കുറച്ച് നേരത്തേക്കൊക്കെ ആൾട്ടർനേറ്റർ വിത്തൗട്ട് ഫീൽഡ് റൺ ചെയ്യും. സോ ഇറ്റ് ഈസ് sufficient to rely on the control room attendant to disconnect the faulty alternator manually from the system as well. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കൺട്രോൾ റൂം അറ്റൻഡൻറ്റിന് അത് മനസ്സിലാക്കാം, അയാൾക്കത് ഐസൊലേറ്റ് ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ. ആൻഡ് therefore it is a universal practice not to provide automatic protection against this contingency. അപ്പോൾ ഫെയിലിയർ ഓഫ് ഫീൽഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ ഓവർ കറണ്ട്. ഇപ്പോൾ ഓവർ കറണ്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോഴേക്കും എന്തായാലും നമ്മൾ ചിന്തിക്കുക ഓവർ കറണ്ട് എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ വേണം, ഫ്യൂസ് അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. കാരണം നമ്മളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഓവർ കറണ്ട് ഒരിക്കലും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണ് വിചാരിക്കുക. പക്ഷേ ഒരു ആൾട്ടർനേറ്ററിൻ്റെ കേസിൽ അത് അങ്ങനെ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഒക്കേഴ്സ് മെയിൻലി ഡ്യൂ ടു പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് വൈൻഡിങ് ഇൻസുലേഷൻ ഓർ ഡ്യൂ ടു ഓവർലോഡ് ഓൺ ദ സപ്ലൈ സിസ്റ്റം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഓവർ കറണ്ട് വരാവുന്നത്. ഒന്നെങ്കിൽ വൈൻഡിങ്ങിൻ്റെ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യാം, പരസ്പരം കണക്ഷൻ വരാം വൈൻഡിങ്ങുകളോ അല്ലെങ്കിൽ തമ്മിൽ, അല്ലെങ്കിൽ ഓവർലോഡ് വരാം, ഓവർ ലോഡ് എടുക്കുമ്പോൾ. ഈ രണ്ട് കേസിലാണ് ഓവർ കറണ്ട് വരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ഈസ് കൺസിഡർ അൺനെസസറി ആണ് എന്നാണ് പറയുന്നത് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ. അതായത് നമ്മളവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന്.
അതിൻ്റെ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the modern tendency is to design the alternators with very high values of internal impedance so that they will stand a complete short circuit at their terminals for sufficient time without overheating. And on the occurrence of an overload, alternators can be disconnected മാനുവലി. അതായത് ഇപ്പോഴത്തെ നമ്മളുടെ ആൾട്ടർനേറ്റീവ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് വിത്ത് വെരി ഹൈ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് ആണ്. ആ ഹൈ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ഷോർട്ട് സർക്യൂട്ടൊക്കെ അതിൻ്റെ ടെർമിനൽസിൽ ഒരു പ്രശ്നം ഓവർ ഹീറ്റിംഗ് ആണ് ഇതിലത്തെ പ്രശ്നം വരുന്നത്. ഹീറ്റ് ചെയ്ത് ബേൺ ആയി പോവുകയാണ് വൈൻഡിങ്. അതൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് അത് പോകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റർ നമുക്ക് മാനുവലായിട്ട് അവിടുന്ന് അത് ഡിസ്കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും വരുന്നില്ല. അപ്പോഴേക്കും നമുക്കത് കണ്ട് ഡിസ്കണക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. സെക്കൻഡ്, ഇനിയിപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഫോർ ആൾട്ടർനേറ്റേഴ്സ് ഈസ് ദാറ്റ് such a protection might disconnect the alternators from the power plant bus on account of some momentary troubles outside the plant and therefore interfere with the continuity of electric service. അതായത് ചെറിയ ഡിസ്റ്റർബൻസസ് പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ തന്നെ ഓവർ കറണ്ട് വരാം. അത് വരുമ്പോഴേക്കും ഇത് ആൾട്ടർനേറ്റർ അവിടുന്ന് ട്രിപ്പ് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ അവിടെ നിൽക്കും. അപ്പോൾ അത് റിലയബിലിറ്റിയും കണ്ടിന്യൂറ്റിയും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ ഓൾട്ടർനേറ്റർ ജസ്റ്റ് ഒരു ഓവർ കറണ്ട് വന്നതുകൊണ്ട് അതിനെ അവിടുന്ന് വിടാത്ത രീതിയിൽ തന്നെ ആണ് നോക്കുക. അതായത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താ ഇത്രയും നല്ല ഷോർട്ട് സർക്യൂട്ട് ഒക്കെ സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് അതിന്. മൊമെന്ററി ആണെങ്കിൽ അത് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നോക്കുള്ളൂ. ഇനിയിപ്പോൾ സിവിയർ ആണെങ്കിൽ മാത്രമാണ് അറ്റൻഡന്റ് അത് അവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുന്നുള്ളൂ, ഐസൊലേറ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് ഓവർ കറണ്ടിൻ്റെ കേസ് വരുന്നത്. നെക്സ്റ്റ് ഓവർ സ്പീഡാണ്. So the chief cause of overspeed is the sudden loss of all or the major part of the load on the alternator. സോ ആൾട്ടർനേറ്ററിലുള്ള ലോഡ് പെട്ടെന്ന് പോകുമ്പോഴാണ് എന്ത് വരുന്നത്, സ്പീഡ് കൂടുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ലോഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടും എന്നുള്ളത്. കാരണം സ്പീഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലോഡാണ്. ആൻഡ് മോഡേൺ ആൾട്ടർനേറ്റേഴ്സ് ആർ യൂഷ്വലി പ്രൊവൈഡഡ് വിത്ത് മെക്കാനിക്കൽ സെൻട്രിഫ്യൂഗൽ ഡിവൈസസ് mounted on their driving shafts to trip the main valve of the prime mover when a dangerous overspeed occurs. അപ്പോൾ ഇതിൽ സെൻട്രിഫ്യൂഗൽ ഡിവൈസസ് കണക്റ്റഡ് ആണ് ഷാഫ്റ്റിൻ്റെ മുകളിൽ. ഇപ്പോൾ ഹൈ സ്പീഡ് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പീഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനെ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ, മെയിൻ വാൾവ് ഓപ്പൺ ആക്കുന്ന രീതിയിൽ, അതായത് മെയിൻ വാൾവ് ട്രിപ്പ് ആകുന്ന രീതിയിൽ സെൻട്രിഫ്യൂഗൽ ഡിവൈസസ് ഓൾറെഡി അതിൻ്റെ മുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഓവർ സ്പീഡിനുള്ള പ്രൊട്ടക്ഷൻ. ഓവർ സ്പീഡിനപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ നെക്സ്റ്റ് ഓവർ വോൾട്ടേജ് ആണ്. ആക്ച്വലി ഓവർ വോൾട്ടേജും ഓവർ സ്പീഡും തമ്മിൽ കുറച്ച് റിലേറ്റഡ് ആണ്. കാരണം നമുക്കറിയാം സ്പീഡ് കൂടുമ്പോഴാണ് വോൾട്ടേജ് കൂടുതൽ എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. The field excitation system of modern alternators is so designed that over voltage condition at normal running speeds cannot occur. അതായത് നോർമൽ റണ്ണിങ് സ്പീഡിൽ ഒരിക്കലും ഓവർ വോൾട്ടേജ് വരാത്ത രീതിയിലാണ് ഇതിൻ്റെ ഫീൽഡ് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമൽ സ്പീഡ് ആണെങ്കിൽ വോൾട്ടേജ് ഓവർ ആവുന്ന ഒരു ഇഷ്യൂവേ വരുന്നില്ല. ഹൗവർ ഓവർ വോൾട്ടേജ് ഇൻ ആൻ ആൾട്ടർനേറ്റർ occurs when the speed of the prime mover increases due to sudden loss of alternator load. അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ ലോസ് ഓഫ് ലോഡ് കാരണം ഇൻക്രീസ് ഇൻ സ്പീഡ് ഉണ്ടാവാം. സോ സഡൻ റൈസ് ഇൻ സ്പീഡ് ഉണ്ടാവാം. അത് കാരണം ഓവർ വോൾട്ടേജ് വരാം എന്നുള്ളതാണ് പറയുന്നത്. സോ ഓൾറെഡി അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓവർ സ്പീഡിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്നുള്ളത്. സോ ഇൻ കേസ് ഓഫ് സ്റ്റീം ടർബൈൻ ഡ്രിവൺ ആൾട്ടർനേറ്റേഴ്സ് ദ കൺട്രോൾ ഗവേർണേഴ്സ് ആർ വെരി സെൻസിറ്റീവ് ടു സ്പീഡ് വേരിയേഷൻ. സോ സ്റ്റീം ടർബൈൻ ഡ്രിവൺ ആൾട്ടർനേറ്റേഴ്സിലാണെങ്കിൽ അവരുടെ കൺട്രോൾ ജനറേറ്റേഴ്സ് തന്നെ ഓൾറെഡി എന്താ സ്പീഡിൻ്റെ വേരിയേഷന് സെൻസിറ്റീവ് ആണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ദേ എക്സസൈസ് a continuous check on the overspeed and thus prevent the occurrence of over voltage on the generating unit. So over speed ചെക്ക് ചെയ്തുകൊണ്ട് അത് വരാണ്ട് നോക്കി ഓവർ വോൾട്ടേജ് വരുത്താണ്ടിരിക്കാൻ അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. സ്റ്റീം ടർബൈൻസിൻ്റെ കൺട്രോൾ ഗവർണേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. Therefore ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് പ്രൊവൈഡഡ് ഓൺ ടർബോ ആൾട്ടർനേറ്റർ സെറ്റ്. സോ അവിടെ സെപ്പറേറ്റ് ഒരു ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യം ഇല്ല. കാരണം ഓൾറെഡി അതിൽ ഓവർ സ്പീഡ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സ്പീഡ് ഗവർണർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ മാത്രം മതി സ്റ്റീം ടർബൈൻ ഇതിൻ്റെ കേസിലാണെങ്കിൽ. ഇനിയിപ്പോൾ ഹൈഡ്രോ ജനറേറ്റേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ദ കൺട്രോൾ ഗവേർണേഴ്സ് ആർ മച്ച് ലെസ് സെൻസിറ്റീവ് ആൻഡ് an appreciable time may elapse before the rise in speed due to loss of load is checked. അതായത് ഇപ്പോൾ ഹൈഡ്രോ ജനറേറ്ററിൻ്റെ കേസിലാണെങ്കിലും ഗവർണർ ഉണ്ട്. പക്ഷേ ഗവർണർ ഈ സ്പീഡിലുള്ള ചേഞ്ച് സെൻസ് ചെയ്ത് മനസ്സിലാക്കി വരാൻ കുറച്ചൊരു ടൈം ഡിലേ എടുക്കും. അതായത് മറ്റേതിൻ്റെ ഇപ്പോൾ ടർബോലത്തെ പോലെ പെട്ടെന്ന് ആ സ്പീഡ് ചേഞ്ച് ഇത് ഫോളോ ചെയ്യില്ല. അതൊരു ഗ്യാപ്പ്
മെക്കാനിക്കൽ ടൈം കോൺസ്റ്റന്റ് കൂടുതലായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ എന്തായാലും വരും. അപ്പോൾ ആ ഡിലേ വരുന്ന സമയത്തിലേക്ക് ചിലപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഭയങ്കര ഹൈ ആയിട്ട് ഡേഞ്ചറസ് ആയിട്ട് റൈസ് ചെയ്ത് പോകും. സോ ദ ഓവർ വോൾട്ടേജ് ഡ്യൂറിങ് ദിസ് ടൈം മേ റീച്ച് എ വാല്യൂ which would overstress the stator windings and the insulation breakdown may occur. So it is therefore a usual practice to provide overvoltage protection on hydro generator units. അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രോ ജനറേറ്റർ യൂണിറ്റ്സിൽ നമ്മൾ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇതാണ്, ഒരു ഡിലേ വരുന്നത് കൊണ്ട് സെൻസ് ചെയ്യാൻ ഓവർ സ്പീഡ് സെൻസിങ് ഉണ്ട്, അത് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യിക്കാവുന്നതായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഡിലേ വരുന്നത് കാരണം അതിനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ അഡീഷണൽ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ആൻഡ് ദ ഓവർ വോൾട്ടേജ് റിലേസ് ആർ ഓപ്പറേറ്റഡ് ഫ്രം എ വോൾട്ടേജ് സപ്ലൈ ഡിറൈവ് ഫ്രം ദ ജനറേറ്റർ ടെർമിനൽസ്. ജനറേറ്റർ ടെർമിനൽസിന് തന്നെ ഡിറൈവ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് വെച്ചിട്ടാണ്, സപ്ലൈ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ റിലേസ് ആർ സോ അറേഞ്ച് ദാറ്റ് when the generator voltage rises 20% above the normal value, ഇപ്പോൾ 20% above നോർമൽ വാല്യൂയിലേക്ക് വോൾട്ടേജ് പോയി കഴിഞ്ഞാൽ ഇത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒന്ന്, ട്രിപ്പ് ദ മെയിൻ സർക്യൂട്ട് ബ്രേക്കർ ടു ഡിസ്കണക്ട് ദ ഫോൾട്ടി ആൾട്ടർനേറ്റർ ഫ്രം ദ സിസ്റ്റം, ദെൻ ഡിസ്കണക്ട് ദ ആൾട്ടർനേറ്റർ ഫീൽഡ് സർക്യൂട്ട്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ആൾട്ടർനേറ്ററിനെ സിസ്റ്റത്തിൽ നിന്ന് ട്രിപ്പ് ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ട്രിപ്പ് ദ മെയിൻ സർക്യൂട്ട് ബ്രേക്കർ ടു ഡിസ്കണക്ട് ദ ഫോൾട്ടി ആൾട്ടർനേറ്റർ ഫ്രം ദ സിസ്റ്റം ആൻഡ് ഇറ്റ് ഓൾസോ ഡിസ്കണക്ട്സ് ദ ആൾട്ടർനേറ്റർ ഫീൽഡ് സർക്യൂട്ട്. ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് സർക്യൂട്ടും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ ഓവർ വോൾട്ടേജ് സെൻസിങ് വഴി ചെയ്യുന്നത്. അപ്പോൾ അത് 20% എബോവ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ട്രിപ്പിംഗ് ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതാണ് ഓവർ വോൾട്ടേജിന് അഗെയിൻസ്റ്റുള്ള പ്രൊട്ടക്ഷൻ. പിന്നെ വരുന്നത് അൺബാലൻസ്ഡ് ലോഡിംഗ് ആണ്. അൺബാലൻസ്ഡ് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, മീൻസ് ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് ഫേസ് കറൻറ്റ്സ് ഇൻ ദ ആൾട്ടർനേറ്റർ. ഫേസ് കറണ്ട് ഡിഫറെൻ്റ് ആവുന്നതിനാണ് അൺബാലൻസ്ഡ് ലോഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് അൺബാലൻസ്ഡ് ലോഡിംഗ് അറൈസസ് ഫ്രം ഫോൾസ് ടു എർത്ത് ഓർ ഫോൾസ് ബിറ്റ്വീൻ ഫേസസ് ഓൺ ദ സർക്യൂട്ട് എക്സ്റ്റേണൽ ടു ദ ആൾട്ടർനേറ്റർ. അപ്പോൾ അത് ഒന്നെങ്കിൽ ഗ്രൗണ്ട് ഫോൾട്ട് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഫോൾട്ട് കാരണമായിരിക്കാം എന്ത് വരുന്നത്, അൺബാലൻസ്ഡ് കറണ്ട് വരുന്നത്. അത് ഓരോ ഫേസിലെയും കറണ്ട് ശരിക്കും സെയിം ആയിരിക്കണം, പക്ഷേ ഈ പറഞ്ഞ ഫോൾട്ടുകൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ കറണ്ട് ഡിഫറെൻ്റ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് അൺബാലൻസ്ഡ് ലോഡിംഗ് എന്ന് പറയുന്നത്. അൺബാലൻസ്ഡ് ലോഡിംഗ് നമുക്ക് ഡിസറബിൾ ആയിട്ടുള്ള അൺബാലൻസ്ഡ് കറൻസ് ഇഫ് അലൗഡ് ടു പേഴ്സിസ്റ്റ് may either severely burn the mechanical fixings of the rotor core or damage the field winding. ഇപ്പോൾ ഒന്നെങ്കിൽ മെക്കാനിക്കൽ ഫിക്സിങ്സ് ഒക്കെ ബേൺ ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ്ങിന് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യമല്ല അൺബാലൻസ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് എന്തായാലും നമ്മൾ എന്ത് കൊടുക്കണം, പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് അൺബാലൻസ്ഡ് ലോഡിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ്റെ സ്കീമാറ്റിക് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ഇതിൽ കാണാം 3 CTs ആണ്, 3 ലൈൻ കറന്റ് ട്രാൻസ്ഫോമേഴ്സ് CT എന്ന് പറഞ്ഞിട്ട് ആറിലും വൈയിലും ബിയിലുമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ആൾട്ടർനേറ്റർ ടെർമിനൽസ്. ആൾട്ടർനേറ്റർ വൈൻഡിങ് ആണ്, സ്റ്റാർ കണക്ടർ ആണ്. അപ്പോൾ അതിൽ ഓരോ ഫേസിലും എന്ത് വെച്ചിട്ടുണ്ട്, CTs കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡറീസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ത്രൂ റിലേ കോയിൽ. ആ റിലേ കോയിൽ കൂടെയാണ് അതിലത്തെ പാരലൽ ആയിട്ട് വരുന്ന ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ റിലേ കോയിൽ എനർജൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് കണക്ട് ആയി ട്രിപ്പ് സർക്യൂട്ട് ആക്ടിവേറ്റ് ആകും. അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ എന്താ സംഭവിക്കുക, നോർമൽ കണ്ടീഷനിൽ ബാലൻസ് കണ്ടീഷനിലാണെങ്കിൽ ആറിലെയും വൈയിലെയും ബിയിലെയും ഒക്കെ കറണ്ടുകൾ സെയിം ആയിരിക്കും. ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇത് കൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും അണ്ടർ ബാലൻസ് കണ്ടീഷൻ. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ എർത്ത് ഫോൾട്ടോ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഫോൾട്ടോ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ ഫേസിലെയും കറണ്ട് സെയിം ആവില്ല, ഡിഫറെൻ്റ് ആവും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസൾട്ടൻ്റ് കറണ്ട് എന്തായിരിക്കും, ഒരു കറണ്ട് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കറണ്ട് എന്തിൽ കൂടെ ഫ്ലോ ചെയ്യും, റിലേ കോയിൽ കൂടെ ഫ്ലോ ചെയ്യും, ഇതിനെ എനർജൈസ് ചെയ്യും, ഇതിങ്ങോട്ട് വലിച്ച് ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ചെയ്യും. ഇപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അതെന്ത് ചെയ്യും, ട്രിപ്പ് ദ സർക്യൂട്ട് ബ്രേക്കർ ടു ഡിസ്കണക്ട് ദ ആൾട്ടർനേറ്റർ സിസ്റ്റം. ഈ അൺബാലൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ ട്രിപ്പ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. ദെൻ സ്റ്റേറ്റർ വൈൻഡിങ് ഫോൾസ്, ഏറ്റവും അവസാനം ഉള്ളതാണ് സ്റ്റേറ്റർ വൈൻഡിങ് ഫോൾസ്. ദീസ് ഫോൾസ് ഒക്കർ മെയിൻലി ഡ്യൂ ടു ഇൻസുലേഷൻ ഫെയിലിയർ ഓഫ് ദ സ്റ്റേറ്റർ വൈൻഡിങ്. സ്റ്റേറ്റർ വൈൻഡിങ്സിൻ്റെ ഇൻസുലേഷൻ ഫെയിലിയർ കാരണം ഉണ്ടാകുന്ന ഫോൾട്ടാണ് സ്റ്റേറ്റർ ഫോൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ മെയിൻ ടൈപ്സ് ഓഫ് സ്റ്റേറ്റർ വൈൻഡിങ് ഫോൾസ് ഇൻ ദ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് ആർ, അതായത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൾട്ടുകളാണ് വരുന്നത്. അതതിൻ്റെ ഏറ്റവും സിവിയറിറ്റി ഓർഡറിലാണ് പറയുന്നത്. ഫസ്റ്റ് ഫോൾട്ട് ബിറ്റ്വീൻ ഫേസ് ആൻഡ് ഗ്രൗണ്ട്. ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ടാണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ളത്. അതായത് ഫേസിൻ്റെ നമ്മൾ ഇൻസുലേഷൻ പോയി ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ വരുന്നത്. ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ നേരെ ഗ്രൗണ്ടിൽ ടച്ച് ആവുന്ന എല്ലാർത്ഥം അതിൻ്റെ ബോഡി വഴി ആയിരിക്കാം കണക്ഷൻ ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ വരുന്നത്. അപ്പോൾ അതൊന്ന്. ദെൻ ബിറ്റ്വീൻ ഫേസസ്, ഇപ്പോൾ ആർ ഫേസും വൈ ഫേസും തമ്മിൽ പരസ്പരം, അല്ലെങ്കിൽ ആറും ബിയും തമ്മിൽ അങ്ങനെ പരസ്പരം ഫേസുകൾ തമ്മിലുള്ള കണക്ഷൻ വരാം. ദെൻ ഇന്റർ ടേൺ ഫോൾട്ട് ഇൻവോൾവിങ് ടേൺസ് ഓഫ് ദ സെയിം ഫേസ് വൈൻഡിങ്. സെയിം ഫേസ് വൈൻഡിങ്ങിൽ തന്നെ ഉള്ളിൽ പരസ്പരം തമ്മിൽ കണക്ഷൻ വരാം. മറ്റേതെല്ലാം പുറത്തോട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആർ ഫേസിലെ വൈൻഡിങ്ങിൽ തന്നെ
എന്താ പരസ്പരം കണക്ഷൻ വരാവുന്നതും അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലോ വരുന്നത് ലോക്കൽ സർക്യൂട്ടിൽ ഫ്ലോ വരുന്നതും. അപ്പോൾ ഈ 3 ഫോൾട്ടുകളാണ് വരുന്നത്: ഫേസ് ടു ഗ്രൗണ്ട്, ഫേസ് ടു ഫേസ്, ഇൻ്റർ ടേൺ. ഇപ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ ദ സ്റ്റേറ്റർ വൈൻഡിങ് ഫോൾസ് ആർ ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് ആർ ലൈക്ലി ടു കോസ് കൺസിഡറബിൾ ഡാമേജ് ടു ദ എക്സ്പെൻസീവ് മെഷീനറി. ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ ഫോൾട്ടുകളിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് ഈ സ്റ്റേറ്റർ വൈൻഡിങ് ഫോൾസ് ആണ്. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്കീമുകളാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഫോർ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി ടു ക്ലിയർ സച്ച് ഫോൾസ് ഇൻ ദ ക്വിക്കസ്റ്റ് പോസിബിൾ ടൈം ഇൻ ഓർഡർ ടു മിനിമൈസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡാമേജ്. ഇപ്പോൾ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യണം. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും വേണം, അല്ലാണ്ട് കൺട്രോൾ റൂം അറ്റൻഡൻറ്റിനെ നമുക്ക് ഈ കേസിൽ റിലേ ചെയ്യാൻ പറ്റില്ല. സോ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി. For the protection of alternators against such fault, differential method of protection, which is also known as the Merce system, is most commonly employed due to its greater sensitivity and reliability. ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന തന്നെയാണ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ സ്കീമാണ്. അപ്പോൾ അതായത് ഏതോ 2 പോയിന്റുകളുടെ സെയിം പാരാമീറ്ററിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഡിഫറൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ കണ്ടീഷനിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഡിഫറൻസ് വരിക ഫോൾട്ടി കണ്ടീഷനിലായിരിക്കും. ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഇതാണ് ഡിഫറൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് വേറെ പറയുന്നതാണ് മേഴ്സ് പ്രൈസ് സിസ്റ്റം, മേഴ്സ് പ്രൈസ് സ്കീം എന്ന് പറയും. അപ്പോൾ ഈ മെത്തേഡിൻ്റെ ബേസിലാണ് സ്റ്റേറ്റർ വൈൻഡിങ് ഫോൾട്ടിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഇനി പറയുന്ന സെക്ഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്. സെയിം നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ കേസിലും വരും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ആണ്. സോ it is the most common system used for the protection of stator winding faults and employs circulating current principle. So circulating current principle ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തന്നെയുള്ളൂ. നോർമൽ കേസിൽ സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവില്ല, ഫോൾട്ട് വരുമ്പോഴാണ് ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് വരിക. ആ സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്നതാണ്. ഡിഫറൻസ് വരുമ്പോൾ മാത്രമാണ് വരുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് കറണ്ട് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന സ്കീമാണ്. ആൻഡ് ഇൻ ദിസ് സ്കീം ഓഫ് പ്രൊട്ടക്ഷൻ കറണ്ട്സ് അറ്റ് ദ 2 ends ഓഫ് ദ പ്രൊട്ടക്റ്റഡ് സെക്ഷൻ ആർ കമ്പയർഡ്. ഇവിടെ ഇത്രയേ ഉള്ളൂ, എവിടെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 2 എൻഡിലെ, അതായത് എൻട്രി പോയിന്റിലും ലീവിങ് പോയിന്റിലും 2 പോയിന്റിലത്തെയും കറണ്ടുകളാണ് സെൻസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കമ്പാരിസൺ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, ആ ഡിഫറൻസിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ദീസ് കറണ്ട്സ് ആർ ഈക്വൽ but may become unequal on occurrence of a fault in the protected section. ഇപ്പോൾ നോർമൽ കേസിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം, എന്താ അതിലൊരു ചെറിയ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോൾട്ട് വന്നു. ഇപ്പോൾ ഫോൾട്ടി കണ്ടീഷൻ ആകുമ്പോഴാണ് എന്ത് വരുന്നത്, ഒരു ഡിഫറൻസ് വരുന്നത്. സോ ആ ഡിഫറൻസിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ കറൻസ് അണ്ടർ ഫോൾട്ട് കണ്ടീഷൻ ഈസ് അറേഞ്ച് ടു പാസ് ത്രൂ ദ ഓപ്പറേറ്റിംഗ് കോയിൽ ഓഫ് ദ റിലേ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഡിഫറൻസ് ഇൻ കറണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് ഇൻ കറണ്ട് എന്തിൽ കൂടെ ഫ്ലോ ചെയ്യിക്കുന്ന രീതിയിലാണ്, റിലേ കോയിൽ കൂടെ. അപ്പോൾ റിലേ കോയിൽ കൂടെ കറണ്ട് എപ്പോൾ മാത്രമേ വരുള്ളൂ, ഫോൾട്ട് ഉള്ളപ്പോൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഫോൾട്ട് വന്നു, റിലേ കോയിൽ കൂടെ കറണ്ട് വന്നു, ഓട്ടോമാറ്റിക്കലി റിലേ കോയിൽ എനർജൈസ് ആയി ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ചെയ്യും. അത്രയാണ് അവിടുത്തെ വർക്കിംഗ് വരുന്നുള്ളൂ. ആൻഡ് ദ റിലേ ദെൻ ക്ലോസസ് ഇറ്റ്സ് കോണ്ടാക്ട്സ് ടു ഐസൊലേറ്റ് ദ പ്രൊട്ടക്റ്റഡ് സെക്ഷൻ ഫ്രം ദ system. And this form of protection is also known as Merce price circulating current scheme. അപ്പോൾ അങ്ങനെ പറയാം, Merce price circulating current scheme. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാലും ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാലും പറയേണ്ട കാര്യങ്ങൾ സെയിം തന്നെയാണ്. ഇതാണ് അതിൻ്റെ സ്കീമാറ്റിക് അറേഞ്ച്മെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആക്ച്വലി 2 ഫോൾട്ടുകളും കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കീമാറ്റിക് സിമ്പിൾ സ്കീമാറ്റിക് വരയ്ക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതാണ് ആൾട്ടർനേറ്ററിൻ്റെ പോർഷനാണ് വൈൻഡിങ്ങുകൾ കാണിച്ചിട്ടുള്ളത് RYB. അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് ഫോൾട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഫേസ് ടു ഫേസ് ഫോൾട്ടാണ്. അപ്പോൾ ഇത് നോർമൽ കേസിൽ ഇത് വരയ്ക്കണമെന്നില്ല. അപ്പോൾ ഇത് അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നമുക്ക് ആൾട്ടർനേറ്റർ വൈൻഡിങ്സ് ഉണ്ട്, അതിൻ്റെ 2 സൈഡിലായിട്ട് 2 സെറ്റ്സ് ഓഫ് എന്ത് കൊടുത്തേക്കാണ്, CTs കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, RYB എന്നുള്ള രീതിയിൽ കണക്ട് ആവുന്ന രീതിയിൽ നമ്മൾ 2 സെറ്റ്സ് ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ പെയർസ്, ഐഡന്റിക്കൽ കറണ്ട് ട്രാൻസ്ഫോമർ പെയർസ് CT1 and CT2 are placed on either side of each face of the stator windings, and the secondaries of each set of current transformers are connected in star. അല്ലേ, ഇത് സെക്കൻഡറീസ് ആണ് വിചാരിക്കുക. കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ അതിൻ്റെ സെക്കൻഡറീസ് എന്തായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, സ്റ്റാർ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇവിടെയും സ്റ്റാർ കണക്റ്റഡ് ആണ്, ഇവിടെയും സ്റ്റാർ കണക്റ്റഡ് ആണ്. അതായത് കോമൺ ആയിട്ട് പോയിന്റ് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്കവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ആൻഡ് ദ 2 ന്യൂട്രൽ പോയിന്റ്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് ടെർമിനൽസ് ഓഫ് ദ 2
stator group being connected together by means of 4-core pilot cable. ഇപ്പോൾ ഇവിടെ പൈലറ്റ് കേബിൾസ് ആണ് ഉപയോഗിക്കുന്നത് കണക്ഷൻ പരസ്പരം ഇവരുടെ ബാക്കിയുള്ള ടെർമിനൽസ് തമ്മിലുള്ള പരസ്പരമുള്ള കണക്ഷൻ ന്യൂട്രലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 പൈലറ്റ് കേബിൾ 4-core പൈലറ്റ് കേബിൾ നോക്കുക. അപ്പോൾ ഇത് 6ൽ നിന്ന് വരുന്നതാണ് ആദ്യത്തെ, അതും മറ്റേതിൻ്റെ CT2ൻ്റെയും തമ്മിൽ കണക്റ്റഡ് ആണ്. വൈയും കണക്റ്റഡ് ആണ്, ബിയും കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റാർ പോയിന്റ് അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റും പരസ്പരം കണക്റ്റഡ് ആണ് ആൻഡ് എർത്ത്ഡ് ആണ്. ഇതാണ് ഇവിടെ പറഞ്ഞ കാര്യം. എന്താ ദ ടു ന്യൂട്രൽ പോയിന്റ്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് ടെർമിനൽസ് ഓഫ് ദ ടു star groups being connected together by means of a 4-core pilot cable. Okay, and thus there is an independent path for the currents circulating in each pair of current transformer and the second corresponding pilot. ഇപ്പോൾ ഇവിടെ സെപ്പറേറ്റ് പാത്ത് ഉണ്ട്, സർക്കുലേറ്റിംഗ് കറണ്ട് വരികയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് പാത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേ കോയിൽസ് ആണ്. റിലേ കോയിൽസും കണക്ട് ചെയ്തിട്ടുള്ളത് സ്റ്റാറിൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ R1, R2, R3 എന്ന് പറയുന്ന 3 റിലേ കോയിൽ. അതിൻ്റെ ട്രിപ്പ് സർക്യൂട്ട് സെപ്പറേറ്റ് ട്രിപ്പ് സർക്യൂട്ടുകളും താഴെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഓരോന്നും കണക്ട് ചെയ്തിട്ടുള്ള ഓരോ പൈലറ്റ് വയറിനുമാണ് ഈ കണക്ഷൻ വരുന്നത്. എവിടേക്കാണ്? ന്യൂട്രലിലേക്കാണ് വരുന്നത്. ഇത് ആറിൻ്റെ, വൈയുടെ, ബിയുടെ എന്നുള്ള രീതിയിൽ താഴേക്ക് വന്നിരിക്കുന്നു അല്ലേ. സോ ദ ന്യൂട്രൽ പോയിന്റ് ബീങ് കണക്റ്റഡ് ടു ദ കറന്റ് ട്രാൻസ്ഫോമർ കോമൺ ന്യൂട്രൽ ആൻഡ് ദ ഔട്ടർ ends on each of the outer other 3 pilots അല്ലേ. അത് മറ്റേ 3 പൈലറ്റ്സിലേക്കാണ് നമ്മൾ കണക്ഷൻ നിൽക്കുന്നത്. ആൻഡ് ഇൻ ഓർഡർ ദാറ്റ് ദ ബർഡൻ ഓൺ each current transformer is the same, the relays are connected across equipotential points of the 3 pilot wires. ഇപ്പം ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ CTയുടെ ബേർഡൻ ഒക്കെ ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. ബേർഡൻ കുറയ്ക്കത്തക്ക രീതിയിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓരോ റിലേയും ഈ പൈലറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ പോയിന്റിലായിട്ടാണ്. അപ്പോൾ ഈ ഇക്വിപൊട്ടൻഷ്യൽ പോയിന്റ് നോക്കിയിട്ട് പുറത്തേക്കുള്ള പൊട്ടൻഷ്യൽ സെയിം ആകത്തക്ക രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇക്വിപൊട്ടൻഷ്യൽ പോയിന്റ് നാച്ചുറലി will be located at the midpoint of the pilot wires. നോർമൽ കേസിൽ ഇതിൻ്റെ ഈ പൈലറ്റ് വയറിൻ്റെ മിഡ് പോയിന്റിലായിട്ടാണ് വരിക. അപ്പോൾ ആ മിഡ് പോയിന്റിലായത്തക്ക രീതിയിലാണ് ഇത് നമ്മൾ നോർമലി കണക്ട് ചെയ്യേണ്ടത്. ആൻഡ് ദ റിലേസ് ആർ ജനറലി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ടൈപ്പ് ആൻഡ് ആർ അറേഞ്ച്ഡ് ഫോർ ഇൻസ്റ്റന്റേനിയസ് ആക്ഷൻ സിൻസ് എ ഫോൾട്ട് ഷുഡ് ബി ക്ലിയർഡ് ക്വിക്ക്ലി. ഇപ്പോൾ ഇവിടെ റിലേസ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റിലേസ് ആണ്. അതിന് ഡിലേ ഒന്നും കൊടുത്തിട്ടില്ല, ഇൻസ്റ്റന്റേനിയസ് ആക്ഷൻ ആണ്. അത് നമുക്ക് സിവിയർ ഫോൾട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതാണ് നമ്മൾ സ്റ്റാർ കണക്റ്റഡ് ആൾട്ടർനേറ്ററിൻ്റെ രണ്ട് സൈഡിലും, ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും, അതായത് ഇപ്പോൾ എൻട്രിയും എക്സിറ്റും എന്നും പറയാം. ഇപ്പോൾ എൻട്രി പോയിന്റിലും എക്സിറ്റ് പോയിന്റിലും നമ്മൾ CTs കണക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ സെക്കൻഡറീസ് സ്റ്റാർ കണക്ടർ ആണ്. എന്നിട്ട് ഒരു 4-core പൈലറ്റ് കേബിൾ വഴി നമ്മൾ ഇതിനെ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. R, Y, B അതേപോലെ ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ ഇവിടെ ഒരു എർത്തിങ് റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടായിരിക്കും ആൾട്ടർനേറ്ററിൻ്റെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഇതിൽ വരുന്ന വേറെ പ്രോബ്ലം ആണ്, നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതാണ് നോർമൽ കേസ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്? റിലേ കോയിൽസ് ഓരോ ഇതിലത്തെയും പൈലറ്റിൽ നിന്നും മിഡ് പോയിന്റിൽ നിന്ന് എടുത്ത് ന്യൂട്രലിലേക്ക് എന്നുള്ള രീതിയിലാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ ബേസിക് സെറ്റപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ അണ്ടർ നോർമൽ കണ്ടീഷൻസ് എന്തായാലും ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇതിൽ കൂടെ റിലേ കോയിൽസിൽ കൂടെ ഒന്നും ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കില്ല. ഓക്കെ, കാരണം ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കറണ്ട് ഫ്ലോ വരുന്നത്. ഇനി ഇവിടെ 2 തരം ഫോൾട്ടുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഗ്രൗണ്ട് ഫോൾട്ട്, R ഫേസിൽ ഗ്രൗണ്ട് ഫോൾട്ട് വന്നെന്ത് സംഭവിക്കും? അപ്പോൾ കറണ്ട് ഇങ്ങനെ സഡൻ ആയിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കറണ്ട് ഡിസ്റ്റർബ്ഡ് ആവും, ഡിഫറെൻ്റ് ആവും. ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് Iയും Bയും തമ്മിൽ ഫേസ് ടു ഫേസ് വോൾട്ട് വന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ടും പെട്ടെന്ന് വരും. അപ്പോൾ അത് കാരണം എന്ത് സംഭവിക്കും? ഇപ്പോൾ ഈ 2 കേസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സിമ്പിൾ ഇക്വലന്റ് സർക്യൂട്ട് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. സോ കറണ്ട് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ 3-phase alternator ആണ് നമ്മളോട് വരച്ചത്. ഐഡന്റിക്കൽ കറണ്ട് ട്രാൻസ്ഫോമർ പെയർസ് CT1 and CT2 are placed on either side of each phase of the stator windings. The secondaries of each set of current transformers are connected in star, the 2 neutral points and the corresponding terminals of the 2 star groups being connected together by means of a 4-core pilot cable. Thus there is an independent path for the currents circulating in each pair of current transformers and the corresponding pilot P. And the relay coils are connected in star, the neutral point being connected to the current transformer common neutral and the outer ends one to each of the other 3 pilots.
In order that the burden on each current transformer is the same, the relays are connected across equipotential points on the three pilot wires, and these equipotential points would naturally be located at the middle point or midpoint of the pilot wires. And the relays are generally of electromagnetic type and are arranged for instantaneous action since the fault should be cleared quickly as possible. Okay. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ട് എന്നുള്ള രീതിയിൽ അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ദ കറണ്ട് അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് each winding will be equal, and hence the currents in the secondaries of the two CTs connected in any phase will also be equal. അപ്പോൾ കറണ്ട് ഈക്വൽ ആണ്, അത് എന്താ ബാലൻസ് കണ്ടീഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഈക്വൽ ആണ്, ആൻഡ് therefore there is balanced circulating current in the pilot wires and no current flows through the ഓപ്പറേറ്റിംഗ് കോയിൽസ് R1, R2 ആൻഡ് R3. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ എന്തിൽ കൂടെ R1, R2, R3 കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ അതിൻ്റെ ട്രിപ്പ് സർക്യൂട്ടിന് അത് എനർജൈസ് ചെയ്യുന്നില്ല. സോ ഇനി an earth fault or face-to-face fault occurs, this condition no longer holds good, and differential current flowing through the relay circuit operates the relay to trip the circuit breaker. ഇനി ഇവിടെ എന്തെങ്കിലും ഫോൾട്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഗ്രൗണ്ട് ഫോൾട്ടോ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഫോൾട്ടോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കും, ഡിഫറൻസ് വരും. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ആക്ഷൻ വന്ന് ഈ കറസ്പോണ്ടിങ് റിലേ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ നേരത്തെ ഫിഗറിൽ ഞാൻ പറഞ്ഞ കേസുകൾ തന്നെയാണ് ജസ്റ്റ് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ കാണിച്ചിട്ട് പോകാം. ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആറും ഗ്രൗണ്ടും, ഫേസിൻ്റെ ഗ്രൗണ്ട് ഫോൾട്ട് വരുന്നത്, എർത്ത് ഫോൾട്ട് വരുന്നതും പിന്നെ വൈയും ബിയും തമ്മിൽ പരസ്പരം കണക്ഷൻ വരുന്നു. അതായത് ആറിൻ്റെ ഇൻസുലേഷൻ ബ്രേക്ക് ആയിട്ട് ബോഡി വഴി ഗ്രൗണ്ടിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്ന കേസ്, ഇവിടെ വൈൻ്റെയും ബിയുടെയും ഇൻസുലേഷൻ ബ്രേക്കായി പരസ്പരം കണക്ഷൻ വരുന്ന കേസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സപ്പോസ് an earth fault occurs on the phase R due to breakdown of its insulation to earth, the current in the affected phase will flow through the core and frame of the machine to the earth, and the circuit being completed through the neutral earthing resistance. Okay, അപ്പോൾ അതവിടെ കംപ്ലീറ്റ് ആവും സർക്യൂട്ട്, ആൻഡ് ദ കറൻസ് ഇൻ ദ സെക്കൻഡറീസ് ഓഫ് ദ ടു CTs ഇൻ ഫേസ് ആർ വിൽ ബിക്കം അൺഈക്വൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട് അവിടെ ഗ്രൗണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും എന്ത് സംഭവിക്കില്ല, ഇൻകമിങ്ങും ഔട്ട് ഗോയിങ് കറണ്ട് സെയിം ആയിരിക്കില്ല. ദർ വിൽ ബി അൺഈക്വൽ, ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ ടു കറൻസ് വിൽ ഫ്ലോ ത്രൂ ദ കറസ്പോണ്ടിങ് റിലേ കോയിൽ വിച്ച് ഈസ് ഹിയർ R1 ആണ് ഇവിടെ ആർ ഫേസിൽ കണക്ട് ചെയ്തത്. സോ R1 കൂടെ ഉള്ള കറണ്ട് ഫ്ലോ വരും റിട്ടേണിംഗ് വയ ന്യൂട്രൽ പൈലറ്റ്, ആൻഡ് കോൺസിക്വൻ്റ്ലി ദ റിലേ ഓപ്പറേറ്റ്സ് ടു ട്രിപ്പ് ദ സർക്യൂട്ട് ബ്രേക്കർ. സോ ആ റിലേ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് സർക്യൂട്ട് ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്യും. അതാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഷോർട്ട് സർക്യൂട്ട് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ ഫേസസ് Y ആൻഡ് B. വൈയും ബിയും തമ്മിലാണ് വരുന്നത് വെച്ചാൽ സംഭവിക്കുന്നത്. ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് സർക്കുലേറ്റ്സ് വയ ദ ന്യൂട്രൽ എൻ കണക്ഷൻ ത്രൂ ദ ടു വൈൻഡിങ്സ് ആൻഡ് ത്രൂ ദ ഫോൾസ്. നമ്മളവിടെ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് കാണിച്ചിട്ട് തന്നു. അതേപോലെ അവിടെ പരസ്പരം ഒരു കറണ്ട് ഫ്ലോ വരും, ആൻഡ് ദ കറൻസ് ഇൻ ദ സെക്കൻഡറീസ് ഓഫ് ദ ടു CTs ഇൻ ഈച്ച് അഫക്റ്റഡ് ഫേസ് വിൽ ബിക്കം അൺഈക്വൽ. ഇപ്പോൾ രണ്ടിലെയും എൻട്രിയും എക്സിറ്റും സെയിം അല്ലാണ്ട് ആവും, കാരണം അവിടെ ഉള്ളിലൊരു സെപ്പറേറ്റിംഗ് കറണ്ട് അവിടെ വന്നു, ആൻഡ് ദ ഡിഫറൻഷ്യൽ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ഓപ്പറേറ്റിംഗ് കോയിൽസ് ഓഫ് ദ റിലേസ് വിച്ച് ഇൻ ദിസ് കേസ് ആർ R2 and R3 connected in these phases, and the relays then closes its contacts to trip the circuit breaker. അപ്പോൾ അവിടെ അത് ക്ലോസ് ചെയ്ത് സർക്യൂട്ട് ബ്രേക്കറിന് ട്രിപ്പ് ചെയ്യും. ഇപ്പോൾ ഇത്രയുള്ളൂ അതിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ റിലേ സർക്യൂട്ട് ഈസ് സോ അറേഞ്ച് ദാറ്റ് ഇറ്റ്സ് എനർജൈസിങ് കോസസ്. നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ റിലേയും രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ആക്ട് ചെയ്തിട്ട്. വൺ, ഓപ്പണിംഗ് ഓഫ് ദ ബ്രേക്കർ കണക്റ്റിംഗ് ദ ആൾട്ടർനേറ്റർ ടു ദ ബസ് ബാർസ്. ഇപ്പോൾ ബസ് ബാർസിലേക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള റിലേ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യും, ആൾട്ടർനേറ്ററിനെ അവിടെ നിന്ന് ഒഴിവാക്കും, ഐസൊലേറ്റ് ചെയ്യും. ദെൻ ഓപ്പണിംഗ് ഓഫ് ദ ഫീൽഡ് സർക്യൂട്ട് ടു ദ ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡും ഒഴിവാക്കും, ട്രിപ്പ് ചെയ്യും. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ഫോൾട്ട് സെൻസ് ചെയ്ത റിലേ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. And it is a prevailing practice to mount the current transformer CT1 in the neutral connections, that is usually in the alternator pit, and the current transformer CT2 in the switchgear equipment. ഇപ്പോൾ ഇത് രണ്ടും വെക്കുന്ന നോർമൽ സ്ഥലങ്ങളാണ് പറഞ്ഞത്. CT1 എന്ന് പറയുന്നത് എവിടെയാണ്, ന്യൂട്രൽ കണക്ഷൻസിലും. CT2 എന്ന് പറയുന്നത് സ്വിച്ച് ഗിയർ എക്യുപ്മെന്റിലാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. ഇൻ സം കേസസ് ആൾട്ടർനേറ്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ കൺസിഡറബിൾ ഡിസ്റ്റൻസ് ഫ്രം ദ സ്വിച്ച് ഗിയർ. നമ്മൾ സ്വിച്ചിങ് സ്റ്റേഷൻ്റെ അവിടുന്ന് അത്യാവശ്യം ഡിസ്റ്റൻസിലായിരിക്കും ചിലപ്പോൾ ആൾട്ടർനേറ്റർ ഉണ്ടാവും. എല്ലാ കേസിനൊന്നും ഇല്ല, ചില കേസുകളിൽ. ആൻഡ് ആസ് ദ റിലേസ് ആർ ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ സർക്യൂട്ട് ബ്രേക്കർ, therefore it is not convenient to connect the relay coils to the actual physical midpoint of the pilots. അപ്പോൾ
നമ്മുടെ റിലേസ് ശരിക്ക് എവിടെ സർക്യൂട്ട് ബ്രേക്കറിന്റെ അടുത്തായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഇക്യു പൊട്ടൻഷ്യൽ പോയിന്റിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യണം. ഈ ഇക്യു പൊട്ടൻഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇവർ തമ്മിൽ ഓൾറെഡി ഡിസ്റ്റൻസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്യു പൊട്ടൻഷ്യൽ പോയിന്റ് അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മളെ സർക്യൂട്ട് ബ്രേക്കറിന്റെ അവിടെ നിന്ന് മാറിപ്പോവും ഇത്. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് ഇതിൽ ചെയ്യുന്നുണ്ട്. ഇക്യു പൊട്ടൻഷ്യൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്യു പൊട്ടൻഷ്യൽ പോയിന്റിൽ വെക്കുക എന്നൊരു കാര്യം മാത്രമേ വേണ്ടുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് under these circumstances, balancing resistances are inserted in the shorter lengths of the pilots so that the relay tapping points divide the whole secondary impedance of the two sets of CTs into equal portions. ഇപ്പോൾ രണ്ട് സൈഡിലും ഈക്വൽ ഇമ്പിഡൻസ് വരത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ പോർഷനിൽ നമ്മുടെ ബ്രേക്കറും അതായത് CT2ന്റെ പോർഷൻ വരുന്നോർത്ത് ബ്രേക്കറും നമ്മുടെ റിലേ കോയിൽസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടാണ്ടിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ സൈഡിൽ നമ്മൾ റെസിസ്റ്റൻസുകൾ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, സീരീസ് റെസിസ്റ്റൻസ്. എന്നിട്ട് അപ്പുറം ഇപ്പുറമുള്ള വോൾട്ടേജ് സെയിം ആക്കും. അപ്പോൾ ആ കണക്ഷനിൽ ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. ഇപ്പോൾ ബാലൻസിങ് റെസിസ്റ്റേഴ്സ് നോക്കുക. ഇപ്പോൾ ഇവിടെ CT2ന്റെ അവിടെ നിന്ന് വരുന്നതിൽ നേരെ കണക്ട് ചെയ്യുന്നിടത്ത് കുറച്ച് റെസിസ്റ്റേഴ്സും കൂടി ആഡ് ചെയ്തു. ഇപ്പോൾ ഈ ബാലൻസിങ് റെസിസ്റ്റേഴ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്കിത് കറക്റ്റ് അതിൻ്റെ പൈലറ്റിൻ്റെ മിഡ് പോയിന്റിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന്. അപ്പോൾ ഈ ഇഷ്യൂ പറഞ്ഞത് ഡിസ്റ്റൻസ് ഉള്ള കേസുകളിലാണ്. നമ്മുടെ സ്വിച്ച് ഗിയറും ആൾട്ടർനേറ്ററും അത്യാവശ്യം ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പോൾ സ്വിച്ച് ഗിയർ നമ്മുടെ റിലേയും സർക്യൂട്ട് ബ്രേക്കറും നമ്മൾ ഡിസ്റ്റൻസ് കൂടാണ്ടിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത് വേറെ. ഇറ്റ് ഈസ് എ ജനറൽ പ്രാക്ടീസ് ടു യൂസ് ന്യൂട്രൽ എർത്തിങ് റെസിസ്റ്റൻസ് ഇൻ ഓർഡർ. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നതാണ് ന്യൂട്രൽ എർത്തിങ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും ഇൻ ഓർഡർ ടു ലിമിറ്റ് ദ ഡിസ്ട്രക്റ്റീവ് എഫക്ട്സ് ഓഫ് എർത്ത് ഫോൾ കറണ്ട്. എർത്ത് ഫോൾ കറണ്ട് എന്തായാലും വരും. ആ വരുന്ന എർത്ത് ഫോൾ കറണ്ട് ഭയങ്കര ഹൈ ആയിട്ട് സിവിയർ ആയിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മളവിടെ ഒരു ന്യൂട്രൽ എർത്തിങ് റെസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ന്യൂട്രൽ എർത്തിങ് റെസിസ്റ്റൻസ് ചില കേസ് നമുക്കൊരു ഇഷ്യൂ ആയിട്ട് വരും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ഇൻ സച്ച് എ സിറ്റുവേഷൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രൊട്ടക്ട് all of the stator winding of a star connected alternator during earth fall. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇത് റെസിസ്റ്റൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മൊത്തം വൈൻഡിങ്ങിന്റെ പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി നമ്മൾ മൊത്തം വൈൻഡിങ് പ്രൊട്ടക്ഷൻ വേണം, പക്ഷെ അത് കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when an earth fault occurs near the neutral point, ന്യൂട്രൽ പോയിന്റിന്റെ അടുത്താണ് എർത്ത് ഫോൾട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ there may be insufficient voltage across the short circuited portion to drive the necessary current around the fault circuit ടു ഓപ്പറേറ്റ് ദ റിലേ. അപ്പോൾ അതായത് ന്യൂട്രൽ പോയിന്റിന് അടുത്താണ് ഫോൾട്ട് വരുന്നതെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. നമുക്ക് ആവശ്യം വേണ്ട കറണ്ട് അവിടെ സർക്കുലേറ്റ് ചെയ്യില്ല. എന്തിൽ കൂടെ, റിലേയിൽ കൂടെ കറണ്ട് അത്രത്തോളം ഫ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേ എന്ത് ചെയ്യില്ല, സെൻസ് ചെയ്യില്ല, ആക്ട് ചെയ്യില്ല. അപ്പോൾ ഏത് റീജിയനോട് അടുത്ത്, ന്യൂട്രൽ പോയിന്റിനോട് അടുത്തുള്ള ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്. ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ അൺപ്രൊട്ടക്റ്റഡ് സോൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് ദ എർത്തിങ് റെസിസ്റ്റൻസ് ആൻഡ് ദ റിലേ സെറ്റിംഗ്. ഈ അൺപ്രൊട്ടക്റ്റഡ് സോൺ എത്രത്തോളം കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണെന്നുള്ളത് തീരുമാനിക്കുന്നത് ഒന്ന് നമ്മൾ എർത്തിങ് റെസിസ്റ്റൻസിന്റെ വാല്യൂം നമ്മുടെ റിലേ സെറ്റിംഗും ആണ്. അതായത് കറണ്ട് സെറ്റിംഗ് ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും കുറവായിരിക്കും. അപ്പോൾ കൂടുതലാണെങ്കിൽ എന്തായാലും കൂടുതൽ റീജിയൻ പ്രൊട്ടക്റ്റഡ് അല്ലാണ്ടായി പോകും. അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. Makers of the protective gear speak of protecting 80% of the winding, which means that the faults in the 20% of the winding near the neutral point cannot cause tripping. That is, it is a protection which is unprotected. It is a region which is unprotected. അതായത് നോർമലി മേക്കേഴ്സ് എപ്പോഴും 100% പ്രൊട്ടക്ഷൻ അല്ല പറയുന്നത്, 80% പ്രൊട്ടക്ഷൻ. കാരണം അതിൽ എർത്തിങ് റെസിസ്റ്റൻസ് എന്തായാലും കൊടുക്കണം, ന്യൂട്രൽ എർത്തിങ് റെസിസ്റ്റൻസ്. അതുകൊണ്ട് ന്യൂട്രലിന്റെ എർത്തിങ് പോയിന്റിന് അടുത്തുള്ള ഒരു 20% റീജിയനിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. ബാക്കി 80% പ്രൊട്ടക്ഷൻ വരുള്ളൂ എന്ന്. സോ അതുകൊണ്ടാണ് പ്രൊട്ടക്ടിങ് 80% ഓഫ് ദ വൈൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അറ്റ്മോസ്റ്റ് ഇറ്റ് ഈസ് എ യൂഷ്വൽ പ്രാക്ടീസ് ടു പ്രൊട്ടക്ട് ദ 85% ഓഫ് ദ വൈൻഡിങ് ബിക്കോസ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അത് അത്രയും പോയി കഴിഞ്ഞാലും 85%ലേക്കാണ് നമ്മൾ കെയർ ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ചാൻസസ് ഓഫ് എൻ എർത്ത് ഫോൾട്ട് ഒക്കറിങ് നിയർ ദ ന്യൂട്രൽ പോയിന്റ് ആർ വെരി റെയർ ഡ്യൂ ടു ദ യൂണിഫോം ഇൻസുലേഷൻ ഓഫ് ദ വൈൻഡിങ് ത്രൂ ഔട്ട്. അപ്പോൾ വളരെ റെയർ പോസിബിലിറ്റി ഉള്ളൂ ന്യൂട്രൽ പോയിന്റിന് അടുത്ത് ഫോൾട്ട് വരാനെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 100%ന്റെ ഒരു ആവശ്യം വരുന്നില്ല, 85% ആണെങ്കിലും ഓക്കെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ വരുന്നത്, ഈ എർത്തിങ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ നോർമലി പറഞ്ഞെങ്കിലും പക്ഷേ അത് ചില ആൾട്ടർനേറ്റീവ്സിൻ്റെ കേസിൽ അതൊരു ഇഷ്യൂ ആയിട്ട് വരും. അപ്പോൾ അവിടെ നമ്മൾ മോഡിഫൈഡ് സ്കീം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് മോഡിഫൈഡ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്. നേരത്തെ പറഞ്ഞത് ഡിഫറൻഷ്യൽ, ഇത് അതിലൊരു മോഡിഫിക്കേഷൻ കൂടി വരുത്തിയിട്ടുണ്ട്, അതെന്താണെന്നുള്ളതാണ്. സോ ഇഫ് ദ ന്യൂട്രൽ പോയിന്റ് ഓഫ് എ സ്റ്റാർ കണക്റ്റഡ് ആൾട്ടർനേറ്റർ ഈസ് ത്രൂ എ ഹൈ റെസിസ്റ്റൻസ് പ്രൊട്ടക്ഷൻ സ്കീം ഡിസ്കസ്ഡ് അബോവ് വിൽ നോട്ട് പ്രൊവൈഡ് സഫീഷ്യൻറ്റ് സെൻസിറ്റിവിറ്റി ഫോർ എർത്ത് ഫോൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്.
ആ എർത്തിൽ നിന്ന് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ നമുക്കത് എർത്ത് ഫോൾട്ടിനുള്ള സെൻസിറ്റിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച്. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ദ ഹൈ എർത്തിങ് റെസിസ്റ്റൻസ് വിൽ ലിമിറ്റ് ദ എർത്ത് ഫോൾട്ട് കറണ്ട് ടു എ ലോ വാല്യൂ necessitating the relays with a low current setting if adequate portion of the generator winding is to be protected. അതായത് നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കറണ്ടിന്റെ വാല്യൂ കുറയാന്നാണ്. അപ്പോൾ എർത്ത് ഫോൾട്ടിനാണ് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നെങ്കിൽ എർത്ത് കറണ്ട് അവിടെ എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആ ചെറിയ എർത്ത് കറണ്ടിനെ ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റിലേ കറസ്പോണ്ടിംഗ്ലി എന്തായിരിക്കും, ചെറിയ കറണ്ടിൽ സെൻസ് ചെയ്യണ റിലേ വെക്കണം. അതായത് റിലേയുടെ സെറ്റിംഗ് കുറച്ച് 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 കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ആ റിലേയുടെ സെറ്റിംഗ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഹൗവർ ടു ലോ റിലേ സെറ്റിംഗ് ഈസ് undesirable for reliable stability on heavy ത്രൂ ഫേസ് ഫോൾട്ട്. അപ്പോൾ നമുക്കത് അൺഡിസൈറബിൾ ആണ്, അത്രയും റിലേയുടെ സെറ്റിംഗ് കുറച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു ഓവർകം ദിസ് ഡിഫിക്കൽട്ടി മോഡിഫൈഡ് ഫോം ഓഫ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഇൻ വിച്ച് ദ സെറ്റിംഗ് ഓഫ് എർത്ത് ഫോൾട്ട് ഈസ് റെഡ്യൂസ്ഡ് വിത്തൗട്ട് ഇമ്പയറിംഗ് സ്റ്റെബിലിറ്റി. അതായത് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ സ്കീമിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടാണ് ഈ കാര്യം നമ്മളവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്താ നമ്മളുടെ ഈ എന്താ എർത്ത് ഫോൾട്ടിനുള്ള പ്രൊട്ടക്ഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ മോഡിഫൈഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മേലത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നതൊക്കെ സെയിം തന്നെയാണ്. താഴത്തെ നമ്മുടെ ഈ റിലേ പോർഷനിലാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ 3 റിലേ കോയിൽസ് ഇങ്ങനെ കണക്ട് ചെയ്തതിന് പകരം ഇവിടെ കണക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഒരു PC, BR, PA ഇവരേനെ ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്റ്റാർ കണക്റ്റഡ് ആണ്. ആ സ്റ്റാർ കണക്റ്റഡ് പോയിന്റ് ഒരു ER എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൽ താഴേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് അവിടുത്തെ കണക്ഷൻ വരുന്നത്. ഇപ്പോൾ ഇതിലത്തെ മോഡിഫിക്കേഷൻസ് ക്യാൻ അഫക്ട് ഓൺലി ദ റിലേ കണക്ഷൻസ് ആൻഡ് കൺസിസ്റ്റ് ഇൻ കണക്ടിങ് 2 റിലേസ്, 1 phase fault protection and the third relay എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ ഓൺലി. ഇപ്പോൾ ഇവിടെ 2 റിലേസ് ഫേസ് ഫോൾട്ട് പ്രൊട്ടക്ഷൻ PC and PA എന്ന് പറയുന്നത് ഫേസ് ഫോൾട്ട് പ്രൊട്ടക്ഷൻ, പിന്നെ ER എന്ന എർത്ത് റിലേ എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ 3 അപ്പോൾ അതിങ്ങനെ ഒരു സ്റ്റാർ കണക്ഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കോമൺ ആയിട്ട് ആണ് ഈ പോയിന്റ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു BR കൂടി അവിടെ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ബാലൻസിങ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് ആറിന്ന് ഇത് ബിയിൽ നിന്ന് ഇത് വൈയിൽ നിന്നാണ് BR കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കോമൺ പോയിന്റിൽ നിന്നാണ് നമ്മൾ എർത്തിങ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എർത്ത് റിലേ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദ ടു ഫേസ് എലമെന്റ്സ് PC and PA ആൻഡ് ദ ബാലൻസിങ് റെസിസ്റ്റൻസ് BR ആർ കണക്റ്റഡ് ഇൻ സ്റ്റാർ. ഇവിടെ സ്റ്റാർ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ എർത്ത് റിലേ ER ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദിസ് സ്റ്റാർ പോയിന്റ് ആൻഡ് ദ ഫോർത്ത് വയർ, പൈലറ്റ് വയർ, സർക്കുലേറ്റിംഗ് കറണ്ട് പൈലറ്റ് വയർ, അതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് കണക്ഷൻസ് വരുന്നത്. ഇതിൻ്റെ മോഡിഫൈഡ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ സ്കീമിൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി ഇവിടുത്തെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ കറണ്ട്സ് അറ്റ് ദ 2 ends ഓഫ് ദ സ്റ്റേറ്റർ വൈൻഡിങ് വിൽ ബി ഈക്വൽ. നമുക്കറിയാം 2 സൈഡിലെയും കറണ്ടുകൾ ഈക്വൽ ആയിരിക്കും. ആൻഡ് therefore there is a balanced circulating current in the phase pilot wires and no current flows through the operating coils of the relays. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തായാലും റിലേസ് ഒന്നും ഓപ്പറേറ്റ് ചെയ്യില്ല സാധാരണത്തെ പോലെ തന്നെ. ആൻഡ് കോൺസ്റ്റന്റ്ലി റിലേസ് റിമെയിൻ ഇൻഓപ്പറേറ്റ്. ഇനിയിപ്പോൾ ഒരു എർത്ത് ഫോൾട്ട് ആണ് ഇവിടെ വരുന്നത് എന്ന് വിചാരിക്കുക. അതായത് ഏതെങ്കിലും ഒരു ഫേസും ഗ്രൗണ്ടും തമ്മിൽ അതിൻ്റെ ഇൻസുലേഷൻ ബ്രേക്കായി ബോർഡിൽ കൂടെ ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ വരികയാണെങ്കിൽ the out of balance secondary currents in the CTs in that phase will flow through the earth relay ആൻഡ് പൈലറ്റ് വയർ S1 or S2. അപ്പോൾ അതായത് ഔട്ട് ഓഫ് ഫേസ് കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ എർത്ത് റിലേയിൽ കൂടെ, എർത്ത് ഫോൾട്ട് വന്ന് എർത്ത് റിലേയിൽ കൂടെ ഫ്ലോ ചെയ്യും. ഒന്നെങ്കിൽ S1 അല്ലെങ്കിൽ S2 വഴി എർത്ത് റിലേയിൽ കൂടെ ഫ്ലോ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദിസ് വിൽ കോസ് ദ ഓപ്പറേഷൻ ഓഫ് ദ എർത്ത് റിലേ. ആൻഡ് ഇഫ് എ ഫോൾട്ട് ഒക്കേഴ്സ് ബിറ്റ്വീൻ ടു, ഇനിയിപ്പോൾ നേരെ തിരിച്ച് 2 ഫേസുകൾ തമ്മിലാണ് ഫോൾട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കും. ദ ഔട്ട് ഓഫ് ബാലൻസ് കറണ്ട് വിൽ സർക്കുലേറ്റ് അറൗണ്ട് ദ 2 ട്രാൻസ്ഫോമർ സെക്കൻഡറീസ് വയ എനി ഓഫ് ദ പൈലറ്റ് കോയിൽസ് PA, BR or PC. അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെ ഏതെങ്കിലും ഈ 3 ഏതെങ്കിലും 2 സെറ്റിൻ്റെ ഉള്ളിൽ കൂടെ സർക്കുലേഷൻ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ഈ കോയിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 ഇതിൽ കൂടെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ആ ഏത് പെയറാണ് എന്നുള്ളത് ഡിസൈഡഡ് ബൈ ദ 2 ഫേസസ് ദാറ്റ് ആർ ബിക്കമിങ് ഫോൾട്ടി ആൻഡ് ദേ വിൽ പാസ് വിത്തൗട്ട് പാസിങ് ത്രൂ ദ എർത്ത് റിലേ. എർത്ത് റിലേ കൂടെ പോവാത്ത രീതിയിലാണ് അതിവിടെ പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് ദെർഫോർ ഓൺലി ദ ഫേസ് ഫോൾട്ട് റിലേസ് വിൽ ഓപ്പറേറ്റ്. അപ്പോൾ ഇവർ മാത്രമേ ഫേസ് ഫോൾട്ട് റിലേസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. PC, PA എന്നുള്ളതിലത്തെ റിലേസ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എർത്ത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ER എർത്ത് റിലേ സെൻസ് ചെയ്യും. ഫേസ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ ആരാണ് വെച്ച് കഴിഞ്ഞാൽ സെൻസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ ഈ എർത്ത് റിലേ ഉള്ളത് കൊണ്ട് മറ്റേ
പ്രശ്നം ഇഷ്യൂ തൊട്ട് മുന്നേ പറഞ്ഞ ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതാണ് മോഡിഫൈഡ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ വരുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, വെറുതെ ജസ്റ്റ് വായിച്ചു പോകും. സോ അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് currents at the two ends of each stator winding will be equal. Therefore, there is a balanced circulating current in the phase pilot wires and no current flows through the operating coils of the relays. Consequently, the relays remain inoperative. And if an earth fault occurs on any one phase, the out of balance secondary current in the CTs in that phase will flow through the earth relay ER and via pilots S1 or S2 to the neutral of the current transformers, and this will cause the operation of the earth relay only. And if a fault occurs between two phases, the out of balance current will circulate around the two transformer secondaries via any two of the coils PA, BR, PC and without passing through the earth relay ER. Therefore, only the phase fault relays will operate. Okay. ഇനി വേറെ ഒരെണ്ണം വരുന്നത് ബാലൻസ്ഡ് എർത്ത് ഫോൾ പ്രൊട്ടക്ഷൻ ആണ്. ബാലൻസ്ഡ് എർത്ത് ഫോൾ പ്രൊട്ടക്ഷൻ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സൈസ് ആൾട്ടർനേറ്റേഴ്സിന്റെ കേസിലാണ്. ദ ന്യൂട്രൽ എൻഡ്സ് ഓഫ് ദ ത്രീ ഫേസ് വൈൻഡിങ്സ് ആർ ഓഫൺ കണക്റ്റഡ് ഇന്റേർണലി ടു എ സിംഗിൾ ടെർമിനൽ. ഇപ്പോൾ ഓൾറെഡി അതിന്റെ ഉള്ളിലെ ന്യൂട്രൽ എൻഡ്സ് ഓഫ് ത്രീ ഫേസ് വൈൻഡിങ്സ് ആർ ഓഫൺ കണക്റ്റഡ് ഇന്റേർണലി ടു എ സിംഗിൾ ടെർമിനൽ. ഒരു സിംഗിൾ ടെർമിനലിലേക്ക് ഇന്റേണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു യൂസ് ദ മേഴ്സ് പ്രൈസ് സർക്കുലേറ്റിംഗ് കറന്റ് പ്രിൻസിപ്പിൾ because there are no facilities for accommodating the necessary current transformers in the neutral connection of each phase winding. അതായത് ന്യൂട്രൽ കണക്ഷൻ്റെ ആ സൈഡിലേക്കുള്ള നമുക്ക് ആ CTs അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് CT1 എന്നുള്ള പെയർ ഇവിടെ വെക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് മേഴ്സ് പ്രൈസ് സ്കീം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സ്കീം ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് സഫീഷ്യൻറ്റ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എർത്ത് ഫോൾട്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ എർത്ത് ഫോൾട്ടിനുള്ള പ്രൊട്ടക്ഷനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഫോൾസ് ഓൺലി ബൈ ദ യൂസ് ഓഫ് ബാലൻസ് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ സ്കീം. ഇപ്പോൾ ഒരു ബാലൻസ് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ സ്കീം വഴി എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. ആൻഡ് ദി സ്കീം പ്രൊവൈഡ്സ് നോ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫേസ് ടു ഫേസ് ഫോൾട്ട്സ്. അപ്പോൾ ഫേസ് ടു ഫേസ് ഫോൾട്ടിന് ബേസിക്കലി ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല, എർത്ത് ഫോൾട്ടിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അൺലെസ് ആൻഡ് അൺടിൽ ദേ ഡെവലപ്പ് ഇൻ ടു എർത്ത് ഫോൾട്ട് ഓൺ ഓൾമോസ്റ്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം വിൽ. അതായത് ഈ ഫേസ് ടു ഫേസ് ഇനി ഫോൾട്ട് വന്നിട്ട് അത് പിന്നീട് എർത്ത് ഫോൾട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. അല്ല എൻ്റെ ആസ് സച്ച് ഫേസ് ടു ഫേസ് ഫോൾട്ടിന് പ്രൊട്ടക്ഷൻ ഇത് കൊടുക്കുന്നില്ല. പക്ഷെ ഒരുവിധം കേസുകളിലും ഈ ഫേസ് ടു ഫേസ് ഫോൾട്ട് അവസാനം എർത്ത് ഫോൾട്ട് തന്നെ ആയി മാറുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രൊട്ടക്ഷൻ തന്നെ സഫീഷ്യൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ സ്കീമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് പറയാൻ പറ്റും. ഇത് ആൾട്ടർനേറ്റർ ആണ്. ആൾട്ടർനേറ്ററിൻ്റെ എർത്തിങ് റെസിഡൻസ് വഴിയാണ് സാധാരണ നമ്മൾ എർത്ത് ചെയ്യാറ്. അവിടെ ഒരു CT കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ നോർമലി നമ്മൾ മറ്റോടത്തെ CT2 കണക്ട് ചെയ്ത പോലെ തന്നെ കണക്ട് ചെയ്ത് പാരലാണ്. ഇത് തമ്മിൽ ഇതിൻ്റെ സെക്കൻഡറിയും ഈ CTയുടെ സെക്കൻഡറിയും തമ്മിൽ പരസ്പരം പാരലൽ കണക്ഷൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം നോർമൽ കണ്ടീഷനിൽ എർത്ത് കറണ്ടും ഇതിൻ്റെ സമ്മായിട്ടുള്ള കറണ്ടും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇനി ഇതിൻ്റെ അക്രോസ് ആയിട്ടാണ് നമ്മൾ റിലേ കൊടുന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ റിലേ കൂടെ നോർമൽ കണ്ടീഷൻസിൽ എന്ത് ഫ്ലോ ചെയ്യില്ല, ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല. പിന്നെ ഫോൾട്ട് വന്നു കഴിഞ്ഞാലാണ് ഫ്ലോ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് ബാലൻസ് എർത്ത് ഫോൾ പ്രൊട്ടക്ഷൻ സ്കീം ഫോർ എ 3 ഫേസ് ഓൾട്ടർനേറ്റർ ആണ്. ഇത് ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വരുന്നുള്ളൂ. ഇപ്പം ഇവിടെ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ എന്തായിരിക്കും, കറണ്ട് ഫ്ലോയിങ് ഇൻ ദ ആൾട്ടർനേറ്റർ ലീഡ്സ് ആൻഡ് hence the current flowing in the secondaries of the line current transformers add to 0 അല്ലേ, 0 ആയിരിക്കും. ആൻഡ് നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ റിലേ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ അണ്ടർ ദീസ് കണ്ടീഷൻസ് ദ കറണ്ട് ഇൻ ദ ന്യൂട്രൽ വയർ ഈസ് ഓൾസോ 0 ആൻഡ് ദ സെക്കൻഡറി ഓഫ് ദ ന്യൂട്രൽ കറണ്ട് ട്രാൻസ്ഫോമർ സപ്ലൈസ് നോ കറണ്ട് ടു ദ റിലേ. അപ്പോൾ അവിടെ എന്തായാലും നോർമൽ കണ്ടീഷൻസിൽ കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോയിൽ കൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ഫോൾട്ടുകൾ ഇവിടെ നോക്കാം. ഒന്ന് ഈ ആൾട്ടർനേറ്ററും ഈ CTക്കും ഇടയിൽ ഫോൾട്ട് F1 അത് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഇതിന് പുറത്തൊരു ഫോൾട്ട് F2 വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് F2 നോക്കാം. സോ ഇഫ് എൻ എർത്ത് ഫോൾട്ട് ഡെവലപ്സ് അറ്റ് F2, എർത്ത് ഫോൾട്ട് ആണ്, എർത്ത് ഫോൾട്ട് B ഫേസിലാണ് പറയുന്നത്. B ഫേസിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ സോണിൻ്റെ പുറത്താണ്, ഈ പറഞ്ഞ ഒരു ഇതിൻ്റെ പുറത്തായിട്ടാണ് ഫോൾട്ട് വരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, ദ സം ഓഫ് കറൻസ് അറ്റ് ദ terminals of the alternators is exactly equal to the current in the neutral connection. ഇവിടുത്തെ കറണ്ട് രണ്ടും സെയിം ആയിരിക്കും. സം ഓഫ് കറൻസും ന്യൂട്രൽ കണക്ഷനിലെ കറണ്ടും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ റിലേയിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ വരില്ല. കാരണം ഈ ഇതിലുള്ള കറണ്ടും ഇവിടുത്തെ കറണ്ടും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കറണ്ട് ഡിഫറൻസ് വരുന്നില്ല, അതായത് കൂടെ ഒരു കറണ്ട് ഫ്ലോ വരുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അതുകൊണ്ട്
എന്ത് സംഭവിക്കുന്നില്ല, ട്രിപ്പിംഗ് നടക്കുന്നില്ല. ഇനി നേരെ തിരിച്ച് നമ്മുടെ ഫോൾട്ട് വരുന്നത് F1 എന്ന് വിചാരിക്കുക, ഓർ വിത്തിൻ ദ പ്രൊട്ടക്ട് സോൺ, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആണ് ഫോൾട്ട് വരുന്നത് എങ്കിൽ ഇതിൽ ഏത് ഫേസിൽ വേണമെങ്കിലും ആവാം. ദീസ് കറൻസ് ഹാസ് നോ ലോങ്ങർ ഈക്വൽ. അപ്പോൾ ഈ കറണ്ടുകൾ ഈക്വൽ അല്ലാണ്ട് ആവും. And the differential current flows through the operating coil of the relay, and the relay then closes its contacts to disconnect the alternator from the system. ഇപ്പോൾ സിമ്പിളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ്, അതായത് നമ്മൾ പ്രൊട്ടക്റ്റഡ് സോണിൻ്റെ ഉള്ളിൽ CT പെയർ വെച്ചിട്ട്, അതായത് ഈ ഫേസുകളിലെ CT വെച്ചിട്ടുള്ള അതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് കിട്ടുള്ളൂ, പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അതിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാലും ഇവരെ കറണ്ട് സെയിം ആയതുകൊണ്ട് റിലേയിൽ കൂടെ കറണ്ട് ഫ്ലോ വരില്ല, പ്രൊട്ടക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് എർത്ത് ഫോൾ പ്രൊട്ടക്ഷൻ പറയുന്നത് സ്മോൾ ആൾട്ടർനേറ്റീവ്സിൻ്റെ കേസിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു, എർത്ത് ഫോൾട്ടും ഫേസ് ടു ഫേസ് ഫോൾട്ടാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഏതാ, ഇൻ്റർടേൺ ഫോൾട്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് സ്കീമാണ്, അതാണ് അടുത്ത് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് എഴുതി പോയിരിക്കുന്നു മാത്രമേ ഉള്ളൂ, ഞാൻ വായിക്കുന്നില്ല. ഓക്കെ. സോ സ്റ്റേറ്റർ ഇൻ്റർടേൺ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. മേഴ്സ് സർക്കുലേറ്റിംഗ് കറണ്ട് സിസ്റ്റം പ്രൊട്ടക്ട്സ് ഫേസ് ടു ഗ്രൗണ്ട് ആൻഡ് ഫേസ് ടു ഫേസ് ഫോൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ദ ടേൺ ടു ടേൺ ഫോൾട്ട്. ഇൻ്റർടേൺ, ടേൺ ടു ടേൺ, ഒരു വൈൻഡിങ്ങിൻ്റെ ഉള്ളിലെ ടേണുകൾ തമ്മിൽ പരസ്പരം കണക്ഷൻ വരുന്നതിനുള്ള പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഓൺ ദ സെയിം ഫേസ് വൈൻഡിങ് ഓഫ് ദ stator. It is because the current that this type of fault produces flows in the local circuit between the turns involved and does not create a difference between the currents entering and leaving the winding at its two ends where the current transformers are applied. ഇപ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യൽ സ്കീമിൽ, മേഴ്സ് പ്രൈസ് സ്കീമിൽ ഓൾറെഡി പറഞ്ഞ പ്രകാരം വൈൻഡിങ്ങിൻ്റെ എൻട്രിയിലും എക്സിറ്റിലുമാണ് നമ്മൾ CTs വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡിഫറൻസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് ആക്ട് ചെയ്യുന്നത്. അത് എർത്ത് ഫോൾട്ട് വന്നാലും ഗ്രൗണ്ട് ടു ഫേസ് ടു ഫോൾട്ട് വന്നാലും ഓക്കെയാണ്, അവിടെ ഡിഫറൻസ് വരും, ആക്ട് ചെയ്യും. പക്ഷേ അത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് വൈൻഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഈ കാര്യം നടക്കുന്നതെങ്കിൽ അത് സെൻസ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ എൻട്രി ചെയ്യുന്ന കറണ്ടും ലീവ് ചെയ്യുന്ന കറണ്ടും സെയിം ആയിരിക്കും. ഫോൾട്ട് വരുന്നതിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ലോക്കൽ കറണ്ടിലാണ് ഡിഫറൻസ് വരുന്നത്, ലോക്കൽ സർക്യൂട്ടിലാണ് ഡിഫറൻസ് വരുന്നത്. അത് നമുക്ക് ഈ രണ്ട് CTs അവിടെ വെച്ചത് കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്കീം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ഹവർ ഇറ്റ് ഈസ് യൂഷ്വലി consider unnecessary to provide protection for inter-turn fault because they invariably develop into earth fault. അതായത് നോർമലി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും ഇൻ്റർടേൺ പ്രൊട്ടക്ഷൻ. കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇൻ്റർടേൺ എന്താ ബൈൻഡിങ് ആണ്, അതിൻ്റെ ഇൻസുലേഷനാണ് ബ്രേക്ക് ആവുന്നത്, അവസാനം അത് എർത്ത് ഫോൾട്ടായി മാറും എന്നാണ് പറയുന്നത്. ഓൾറെഡി അവിടെ എർത്ത് ഫോൾട്ടിന് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ഇത് അത്ര നിർബന്ധമുള്ള കാര്യമല്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഇൻ എ സിംഗിൾ ടേൺ ജനറേറ്റർ ലൈക്ക് ലാർജ് സ്റ്റീം ടർബൈൻ ജനറേറ്റർ ദർ ഈസ് നോ നെസസിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇൻ്റർടേൺ. ഇപ്പോൾ സിംഗിൾ ടേൺ ജനറേറ്ററിലാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ മൾട്ടി ടേൺസ് വന്നാൽ however, inter-turn protection is provided for multi-turn generators such as hydroelectric generators. So hydroelectric generatorsന്റെ കേസ് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്കീമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ 3 ഫേസുകളാണ്, ആറും വൈയും ബിയും. അപ്പോൾ ഇതിലെ ഈ പുറമേ കാണുന്ന സാധനം ഇത് നമ്മുടെ വൈൻഡിങ്ങിനെ ഇവിടെ 2 ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ദീസ് ജനറേറ്റേഴ്സ് ഹാവ് ഡബിൾ വൈൻഡിങ് ആർമേച്ചേഴ്സ്, ദാറ്റ് ഈസ് ഈച്ച് ഫേസ് വൈൻഡിങ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 halves. അതാണ് S1 S2 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഓയിങ് ടു ദ വെരി ഹെവി കറൻസ് വിച്ച് ദേ ഹാവ് ടു ക്യാരി. ഇപ്പോൾ മൊത്തം കറണ്ട് ഹൈ ആയതുകൊണ്ട് അത് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 വൈൻഡിങ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ കേസിൽ നമ്മൾ വരച്ചാൽ സിംഗിൾ ആർ എന്ന് പറഞ്ഞ ഫേസിൻ്റെ വൈൻഡിങ് രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം ഇവിടെ എൻട്രി പോയിന്റിലും എക്സിറ്റ് പോയിന്റ്, ഇത് എൻട്രി പോയിന്റിലും എക്സിറ്റ് പോയിന്റിലും വെച്ചിട്ടുള്ളത് RC എന്ന് പറയുന്ന സാധനം. അപ്പോൾ എന്തായിരിക്കും, നമ്മളുടെ മേഴ്സ് പ്രൈസ് സ്കീം ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ്റെ ആണ് പുറമെ കൂടെ പോകുന്നത് നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ഈ 2 വൈൻഡിങ്ങിൻ്റെയും ഇതിലായിട്ട് CT വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ R1 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഇൻ്റർടേൺ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുള്ളത്. അതായത് സിമ്പിളാണ്, നോർമൽ കണ്ടീഷൻസിൽ ഈ 2 കറണ്ട്, ഇതിപ്പോൾ I ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഇത് I/2 ആയിരിക്കണം. പക്ഷേ ഇതിലിപ്പോൾ എന്തിലെങ്കിലും ഒരു ഇൻ്റർടേൺ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് ഡിഫറെൻ്റ് ആവും. സോ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്, സെപ്പറേറ്റ് ആണ് മാത്രം. അപ്പോൾ ഈ R1 അതിനനുസരിച്ച് ആക്ട് ചെയ്യും, അതാണ് അവിടെ നടക്കുന്നുള്ളൂ. സോ സിമ്പിളാണ്. സോ അഡ്വാൻറ്റേജ് മേ ബി ടേക്കൺ ഓഫ് ദിസ് നെസസിറ്റി ടു പ്രൊട്ടക്ട് ഇൻ്റർടേൺ ഫോൾട്ട്സ് ഓൺ ദ സെയിം വൈൻഡിങ്. The relays RC provide protection against a phase to ground and phase to phase fault, whereas the relays R1 provide protection against inter-turn faults. ഇത് അതിലത്തെ ഒരു പോർഷൻ മാത്രം എടുത്താണ് ഫിഗർ ഷോസ് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റർ വൈൻഡിങ്സ് S1 and S2 ഓഫ് one phase only with a provision against inter-turn faults. And the 2 current transformers are connected on the circulating current principle. Circulating current principle തന്നെയാണ് CTs നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഓൾറെഡി പറഞ്ഞു. Under normal operating conditions, the currents in the stator windings S1 and S2 are equal. And so
so will be the currents in the secondaries of the two CTs. അതുകൊണ്ട് സെക്കൻഡറീസിലെ കറണ്ട് തന്നെയായിരിക്കും സെയിം ആയിരിക്കും and the secondary current around the loop then is the same at all points and no current flows through the relay. അപ്പോൾ അതുകൊണ്ട് റിലേയിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ വരേണ്ട ആവശ്യം വരുന്നില്ല കാരണം സെയിം കറണ്ട് ആണ് അപ്പുറത്ത് CTസിന്റെ സെക്കൻഡറീസിൽ. ആൻഡ് ഇഫ് എ ഷോർട്ട് സർക്യൂട്ട് ഡെവലപ്സ് ബിറ്റ്വീൻ adjacent turns, say S1ലാണ് ഇവർ തമ്മിൽ പരസ്പരം കണക്ഷൻ വരിക എന്ന് വിചാരിക്കുക. The currents in the stator winding S1 and S2 will no longer be equal. അപ്പോൾ അവർ തമ്മിലുള്ള കറണ്ട് ഈക്വലന്റ് ലാൻഡ് ചെയ്യുക. അപ്പോൾ ഈ CTസിന്റെ സെക്കൻഡറീസിലെ കറണ്ട് എന്താവും ഈക്വലന്റ്. Therefore unequal currents will be induced in the secondaries of the CTs and the difference of these two currents will flow through the relay coil R1. അപ്പോൾ എന്ത് സംഭവിക്കും? The relay then closes its contacts to clear the generator from the സിസ്റ്റം. സോ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് അതിനെ ഒഴിവാക്കും. ഇത്രയാണ് നമ്മളുടെ ആൾട്ടർനേറ്ററിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നത്.